ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പനിൽ പൂവിൽ വരാതിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ കല്യാണം രണ്ടാമത് ഒന്നുകൂടി നടന്നിരിക്കുകയാണ്. രണ്ടുപേരും ഇഷ്ടപ്രകാരം തന്നെ അല്ലേ. ആദ്യത്തെ വിവാഹത്തിൻ്റെ സമയത്ത് നമ്മുടെ രവിയുടെയും അതുപോലെ രേവതിയുടെ അമ്മയുടെ നിർബന്ധപ്രകാരത്തിലാണ് രണ്ടുപേരും താലി കെട്ടിയത്. എന്നാൽ പരസ്പരം മനസ്സറിഞ്ഞ് താലി കെട്ടിയിരിക്കുകയാണ് രണ്ടാമത്. അപ്പോൾ ഇതിനെല്ലാം ഇടയിൽ തന്നെ നമ്മുടെ ശ്രുതിക്ക് പുതിയൊരു ജോലിയും കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ ജോലി കിട്ടിയിരിക്കുന്നത് അതൊരു വലിയൊരു സംഭവമായിട്ട് ശ്രുതി കണക്കാക്കുന്നില്ല. കാരണം കിട്ടിയിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞ ഹോട്ടലിലെ വെയിറ്ററിൻ്റെയാണ്. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെന്ന് അറിയാമെങ്കിലും ശ്രുതി തൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയല്ല തനിക്ക് കിട്ടിയിരിക്കുന്നത്. താൻ ഈ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ തൻ്റെ സാഹചര്യം ഇതായി പോയത് കൊണ്ട് മാത്രമാണ് ശ്രുതി ഈ ജോലിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയിരിക്കുന്ന ജോലിയെക്കുറിച്ചും മറ്റും വീട്ടിൽ ആരോടും തന്നെ പറയുന്നില്ല. മാത്രമല്ല ജോലി സ്ഥലത്ത് ജോലിക്ക് കയറുന്നതിന് മുന്നേ താനൊരു ഡിഗ്രിക്കാരനല്ല എന്നും 10ാം ക്ലാസ് തോറ്റവനാണെന്നും നുണ പറഞ്ഞതുകൊണ്ടാണ് ശ്രുതിക്ക് ഇങ്ങനെ ജോലി കിട്ടിയതും. എന്നാൽ പിന്നീട് നമ്മുടെ ശ്രുതി തന്നെ സ്വഭാവം പുറത്തെടുക്കുന്നുണ്ടല്ലേ. സഹപ്രവർത്തനോടായിട്ട് പറയുന്നുണ്ട്, നിന്റെ എന്ന ലെവലിൽ ജോലി ചെയ്യേണ്ട ആളല്ല ഞാൻ, എനിക്ക് 7 ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, 7 ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം, 10ാം ക്ലാസ് തോറ്റ എൻ്റെ ശമ്പളം തന്നെയല്ലേ നിനക്ക് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് ശ്രുതി ജോലിയൊക്കെ ചെയ്ത് ഡെയിലി ശമ്പളമൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലുന്ന സമയത്ത് സച്ചിയായിട്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തോ കൂലിപ്പണിക്ക് പോകുന്നതാണ് തോന്നുന്നത്, അല്ലാതെ ഇങ്ങനെ ഡെയിലി ശമ്പളമൊന്നും കിട്ടാനായിട്ട് സാധ്യത കുറവാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, അവിടുത്തെ ഓഫീസർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ അദ്ദേഹം മാസാമാസമുള്ള ശമ്പളത്തിന് വരെ ഡെയിലി ശമ്പളമായിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു തന്നെ ഓരോ കള്ളങ്ങളും നിരത്തുകയാണല്ലോ. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ശ്രുതിയുടെ കള്ളത്തരം ഒരാളായി തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. കണ്ടുപിടിക്കുന്ന മറ്റാരുമല്ല, നമ്മുടെ ശ്രുതിക്ക് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് പാർക്കിൽ വെച്ച് ശ്രുതിക്ക് ഒരു കൂട്ടുകാരനെ കിട്ടിയിരുന്നല്ലോ. അദ്ദേഹം ശ്രുതിയെ തേടി പിടിച്ച് കണ്ടെത്തുകയാണ്. അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ശ്രുതി ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, നീ ഇവിടെ ജോലി ചെയ്യുന്നുവെന്ന് എനിക്ക് അറിയാമായിരുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നീ എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതിന് ശേഷം പലിശയും അടയ്ക്കുന്നില്ല, മുതലും അടയ്ക്കുന്നില്ല. മാത്രമല്ല നിന്നെ ഫോൺ വിളിച്ചാലോ ഫോൺ സ്വിച്ച് ഓഫ്, എങ്ങാനും കണക്ട് ആയാലോ അപ്പം തന്നെ നീ കോള് കട്ട് ചെയ്യും. നിനക്കറിയാലോ എന്നെ, പണം കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. മാത്രമല്ല എൻ്റെ നിന്ന് പണം മേടിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോലീസുകാരും എന്നിട്ട് പാർട്ടിക്കാരും ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ എന്നിൽ നിന്നും മുങ്ങി നടക്കുന്ന സമയത്ത് ചില പാർട്ടിക്കാരെ കൊണ്ടും പോലീസുകാരെ കൊണ്ടൊക്കെ അന്വേഷിപ്പിച്ച് നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചത്. നീ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, മനഃപൂർവ്വം ഞാനായിട്ട് ഒഴിഞ്ഞു മാറിയില്ല, പക്ഷേ എൻ്റെ സാഹചര്യം എങ്ങനെയായിപ്പോയി, ഞാൻ ജോലിക്ക് പോകാൻ ഇത് പാർക്കിൽ കറങ്ങി നടന്നതുമായ എല്ലാ വിവരങ്ങളും വീട്ടുകാരറിഞ്ഞു. മാത്രമല്ല എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയിലായിരുന്നു ബ്രോ, അതുകൊണ്ടാണ് ഞാൻ ബ്രോയെ കോൺടാക്ട് ചെയ്യായിരുന്നതൊക്കെ നമ്മുടെ ശ്രുതി പറയുന്ന സമയത്ത് ഇദ്ദേഹം ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. വേഗം തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നീ കുറച്ച് ഭക്ഷണങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ കൊണ്ട് എന്നെ ഓർഡർ ചെയ്യിപ്പിച്ച് കുറച്ചധികം ഭക്ഷണ സാധനം മേടിക്കട്ടെ, മാത്രം പാഴ്സലും എടുക്കാനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഫുഡും കഴിച്ച് പാഴ്സലും ഒക്കെ മേടിച്ച് മൊത്തം 1800 രൂപ ബില്ല് നമ്മുടെ ശ്രുതി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് അതിൻ്റെ പലിശ പോലും നീ അടയ്ക്കുന്നില്ല, ഇതൊരു പലിശക്കണക്കിലേക്ക് കൂട്ടിക്കോ, ഇതിൻ്റെ ബില്ല് നീ അങ്ങ് പേ ചെയ്തോളാം പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. വേഗം തന്നെ കടയുടെ ഓണർ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ ശ്രുതി അത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അറിയാവുന്ന ഒരാളാണെന്ന് പറയുകയാണ്. നിന്നോട് ഞാൻ ജോലിക്കെടുത്ത സമയത്ത് പറഞ്ഞിട്ടില്ലേ വീട്ടുകാരെയോ അറിയാവുന്ന ആൾക്കാരെയോ ഹോട്ടലിൽ കയറ്റരുതെന്ന്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ ഓസിന് ഇവിടുന്ന് കഴിച്ചിട്ട് പോകും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ നേരത്തെ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാറ് പേടിക്കേണ്ട, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ആ പൈസ കട്ട് ചെയ്തോളാനായിട്ട് ശ്രുതി പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇന്ന ജോലിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ പാർക്കിലുള്ള കൂട്ടുകാരനാണ്. മാത്രമല്ല അവിടെ വെച്ച് തന്നെ ശ്രുതിക്ക് നല്ലൊരു പണിയും കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ഭാഗം നമുക്ക് വരാനുള്ളതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.